പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഇടത്തുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല. വലത്തുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല, എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. എങ്ങോട്ട് തിരിഞ്ഞിട്ടും കർത്താവിനെ കാണാൻ സാധിക്കുന്നില്ല എന്ന തോന്നലുകൾ ജോബിനെ അലട്ടിയപ്പോഴും ജോബ് പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. കർത്താവിനെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. പലപ്പോഴും ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകുമ്പോൾ നമ്മളും പറഞ്ഞു പോകുന്ന ഏതാനും ചില വാചകങ്ങൾ ഇങ്ങനെയാണ്: കൂടുതലൊന്നും ആഗ്രഹിക്കുവാൻ എനിക്ക് അർഹതയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകും. ഇതിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഇതൊക്കെ സഹിക്കാനാണ് എൻ്റെ വിധി. നമ്മൾ നിരാശയോടെ പറയുന്ന ഈ വാചകങ്ങൾ കേട്ട് കർത്താവ് നമ്മളോട് പറയും: നിനക്ക് നിൻ്റെ വഴി അറിയില്ലെങ്കിലും എനിക്ക് നിൻ്റെ വഴി നന്നായി അറിയാം. ഈശോ നമുക്ക് വേണ്ടി ഒരു വഴി തൻ്റെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഴി അത്ര എളുപ്പമുള്ള വഴിയല്ല. ചില പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും. എന്നാൽ എല്ലാറ്റിൻ്റെയും ഒടുവിൽ ജോബിനെ പോലെ നമ്മളും സ്വർണം പോലെ പ്രകാശിക്കും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ അടഞ്ഞുപോയി എന്ന് നമ്മൾ കരുതുന്ന എല്ലാ വഴികളെയും ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇതാ, കർത്താവ് നമുക്കായി ഒരു വഴി നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഴിയിൽ സന്തോഷത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അവസാനം നമ്മളും സ്വർണം പോലെ പ്രകാശിക്കുവാൻ കർത്താവ് ഇടവരുത്തും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.